ഹലോ, ഗുഡ് മോർണിംഗ്. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നില്ലേ? നമ്മൾ ഇന്നലെ 4, 5 ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റത്തെ പാർട്ടാണ് നോക്കുന്നത്. 1, 2, 3 ചാപ്റ്റേഴ്സ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറയും. കാരണം അതിന്റെ വേറൊരു റെക്കോർഡിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഞാനിവിടെ നമ്പർ എഴുതിയിടാം. എൻ്റെ പേര് ധനശ്രീ. ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. എന്നാലും ഇപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെഫിനിഷൻ പഠിക്കുക. 5 ഫാക്ടർ തിയറി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ കോൺസെപ്റ്റ് എന്താണ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പറയാതെ വളരെ ചുരുക്കമാണ് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് സ്കിപ്പ് ചെയ്യാം. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ആൻഡ് ഡിസ്ക്രൈബ് ഹ്യൂമാനിസ്റ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോഡൈനാമിക് തിയറി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹ്യൂമാനിസ്റ്റിക്, സൈക്കോഡൈനാമിക്. പിന്നെ സ്കിന്നേഴ്സിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ അത് അതിൽ തന്നെ വരുന്നതാണ്. ഹ്യൂമാനിസ്റ്റിക്കിലല്ല തിയറീസിൽ, പേഴ്സണാലിറ്റി തിയറീസിൽ വരുന്നതാണ് സ്കിന്നേഴ്സിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂള്. അതുപോലെ തന്നെ അഗെയിൻ 5 ഫാക്ടർ തിയറി പിന്നെയും വന്നിട്ടുണ്ട്. ഡിഫൻസ് മെക്കാനിസം സൈക്കോഡൈനാമിക്കിൽ വരുന്നതാണ്. ഡിഫൻസ് മെക്കാനിസം ഇതൊക്കെ ഷോർട്ട് നോട്ട് ആയിട്ട് വരും. ആൻഡ് അഗെയിൻ പേഴ്സണാലിറ്റി ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പിന്നെയും പേഴ്സണാലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഹ്യൂമാനിസ്റ്റിക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇവിടെയാണ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അത് ഷോർട്ട് നോട്ട് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കണം. ഇതിലെ പേഴ്സണാലിറ്റി നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് തന്നിട്ടില്ല. ഗോർഡൻ ആൽപോർട്ട് പറഞ്ഞ ഒറ്റ ഡെഫിനിഷൻ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കാം. ഗോർഡൻ ആൽപോർട്ടിന്റെ പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കുക. അതിൽ തന്നെ ആ ഒരു ഡെഫിനിഷൻ തന്നെ കീ പോയിന്റ്സ് പറയുന്നുണ്ട്. ഓർഗനൈസേഷൻ, ഡൈനാമിക്, സൈക്കോളജിക്കൽ സിസ്റ്റംസ്, ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ആൻഡ് തോട്ട്. അതൊക്കെ എന്ത് വേണം? ആ ഒരു പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യാന്നുള്ള ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് എഴുതണം. എന്താണ്? ഗോർഡൻ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ പഠിക്കണം. അതിന്റെ കീ ആസ്പെക്ട്സുകളും കൂടെ എഴുതാനായിട്ട് നോക്കുക. പിന്നെ പേഴ്സണാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയ്റ്റ്, സ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ട്രെയ്റ്റ്, സ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ടെമ്പറാമെന്റ്സ് നോക്കുക. പിന്നെ അടുത്തത് വരുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അതിലെ സൈക്കോഡൈനാമിക്, ഫ്രോയിഡിന്റെ സൈക്കോഡൈനാമിക് ഞാൻ ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പിക്ചർ വരയ്ക്കണം കേട്ടോ. സൈക്കോഡൈനാമിക് ചോദിച്ചു കഴിഞ്ഞാൽ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഈ ഒരു ഐസ്ബർഗിന്റെ പിക്ചർ വരയ്ക്കുക. പിന്നെ ഡിഫൻസ് മെക്കാനിസം പഠിക്കുക. ഇവിടെ 8 ഡിഫൻസ് മെക്കാനിസം ആണ് തന്നിട്ടുള്ളത്. 8 എണ്ണം നന്നായിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക. സൈക്കോ സെക്ഷൽ സ്റ്റേജസ് എഴുതണം കേട്ടോ. അത്ര എഴുതണം. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ വേണം. പിന്നെ പിക്ചർ വേണം. ഐസ്ബർഗിന്റെ പിക്ചർ വേണം. ഡിഫൻസ് മെക്കാനിസം വേണം. സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് എഴുതണം. അത്രയും സൈക്കോഡൈനാമിക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തിയറിയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. സ്കിന്നേഴ്സ് റീഇൻഫോഴ്സ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് അതൊക്കെ നോക്കുക. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറിയിലെ ബണ്ടൂറയുടെ സോഷ്യൽ ലേണിംഗ് തിയറീസ് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമാനിസ്റ്റിക് തിയറിയിലെ മാഷ്ലോന്റെ ഹൈറാർക്കി നീഡ്സ് നമ്മൾ 1 തൊട്ട് 1 പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതന്നെ ഇവിടെ വരുന്നത്. വേറെ ഒരു വ്യത്യാസം വരുന്നില്ല. അത് പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതുക. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ 1 തൊട്ട് 1 അതേ പഠിച്ച സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കുക. പിന്നെ അടുത്തത് കാൾ റോഗറിന്റെ ഞാൻ 1 തൊട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതേ സംഭവം തന്നെ, ഇതേ നീഡ്സ് തന്നെയാണ്. പക്ഷെ കാൾ റോഗർ മാറ്റി 3 എണ്ണാക്കി മാറ്റി. മാഷ്ലോ 5 ലെവലാക്കി പറഞ്ഞപ്പോ കാൾ റോഗർ വെറും 3 ലെവലാക്കിയിട്ട് പറഞ്ഞു. ആദ്യത്തെ 2 എണ്ണം കൂട്ടിയിട്ട് ഇ എന്നുള്ളത് എക്സിസ്റ്റൻഷ്യൽ ലെവലാക്കി. പിന്നെ 3ാമത്തെ 4ാമത്തെ ലെവൽ കൂടിയിട്ട് 6 ആക്കി. റിലേറ്റഡ്നെസ് എന്നുള്ള ലെവലാക്കി. ഏറ്റവും അവസാനത്തെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് ജി ആക്കി. ERG.
അങ്ങനെ അത് നോക്കുക. ആൻഡ് ട്രേറ്റ് തിയറിയിൽ ട്രേറ്റുകൾ പഠിക്കണം. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്, അതൊക്കെ ഏതാണെന്ന് നോക്കുക. 5 ഫാക്ടർ തിയറി വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പിക്ചർ വരയ്ക്കുക. പേഴ്സണാലിറ്റിയിൽ ഈ 5 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ബിഗ് 5 തിയറി എന്നൊക്കെ പറയാം. അപ്പൊ ക്വസ്റ്റ്യനിൽ 5 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ബിഗ് 5 തിയറി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വരയ്ക്കണം? ഈ ഒരു സംഭവം വരച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ എഴുതാം. ബയോളജിക്കൽ ട്രേറ്റ് തിയറി ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അപ്പൊ 5 ഫാക്ടർ തിയറി വരെ നന്നായിട്ട് നോക്കുക. വരാത്ത ക്വസ്റ്റ്യൻസ് ഒന്നല്ല. ഐസിങ്ങിന്റെ ബയോളജിക്കൽ തിയറി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് അല്ല സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ ടോപ്പിക് ഇതാണ്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോസ് ഇട്ടുതരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എങ്ങനെ എഴുതണം എന്താണെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ. നമ്മൾ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 to 6 pages, 5 പേജ് നമ്മൾ എന്തായാലും എഴുതാനായിട്ട് നോക്കണം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏത് ചോദിച്ചാലും പേഴ്സണാലിറ്റി എന്താണെന്ന് എഴുതണം. അപ്പൊ പേഴ്സണാലിറ്റിയുടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഗോർഡൻ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ആക്കിയിട്ട് പഠിച്ചു വെച്ചോളൂ. പിന്നെ അതിന്റെ കീ ആസ്പെക്ട്സുകളും കൂടെ നോക്കി വെക്കും. ഓക്കെ. പിന്നെ അവിടെ തൊട്ട് അങ്ങോട്ട് പിന്നെ എല്ലാ തിയറീസും ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോഡൈനാമിക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ വരച്ച് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ പറയട്ടെ, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ഇവിടെ തൊട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ വീഡിയോ തരാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇവിടെ പേഴ്സണാലിറ്റി ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് നമുക്ക് സൈക്കോളജിക്കൽ ടൂൾസുകൾ യൂസ് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇവിടെ നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ സൈക്കോളജിക്കൽ അസസ്മെന്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സൈക്കോളജിക്കൽ അസസ്മെന്റ് വെച്ചിട്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം? നമ്മുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്, മോട്ടീവ്സ്, പേഴ്സണാലിറ്റി, ആൻസൈറ്റി, അങ്ങനെ സൈക്കോളജിക്കൽ അസസ്മെന്റ് വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദീസ് ആസ്പെക്ട് സൈക്കോളജിസ്റ്റ് യൂസ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. ഇത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഇപ്പൊ എന്റെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല ധന്യക്ക് ഉണ്ടായിരിക്കാം, ധന്യയുടെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല ജിതുലയ്ക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ ഈ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി, അപ്പൊ പേഴ്സണാലിറ്റിയിൽ എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് അസസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? സൈക്കോളജിക്കൽ അസസ്മെന്റുകൾ യൂസ് ചെയ്യാം. സൈക്കോളജിക്കൽ അസസ്മെന്റ് എയിംസ് അറ്റ് മെഷറിംഗ് അറ്റ് various aspects of human development and behavior. Mainly it helps to describe, explain and predict human behavior. നമുക്ക് ഈ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് വെച്ചിട്ട് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയറിന് ഹ്യൂമൻ ഡെവലപ്മെന്റ് പല ആസ്പെക്ട്സുകളും നമുക്ക് മെഷർ ചെയ്യാം. മെയിൻ ആയിട്ട് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ പേഴ്സണാലിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം, അതേപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പൊ 10 ആൾക്കാരെ നമ്മൾ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു റോഡ് ആക്സിഡന്റിൽ നിർത്തി എന്ന് വിചാരിക്കാം. 10 ആളും 10 തരത്തിൽ കാണിക്കും അല്ലെ? ചിലവര് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലവർ എന്ത് ചെയ്യും?
ഫോട്ടോ എടുക്കുന്നവർ, വീഡിയോ എടുക്കുന്നവരുണ്ടായിരിക്കും, ചിലർ ആംബുലൻസ് വിളിക്കുന്നവരുണ്ടായിരിക്കും, ചിലർ അത് കണ്ട് പേടിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ സൈക്കോളജിക്കൽ അസസ്മെന്റ് നടത്തുന്നതിലൂടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾസോ പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇപ്പൊ ഒരാളുടെ പേഴ്സണാലിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾക്ക് അതിന് വേണ്ട പേഴ്സണാലിറ്റി മോഡിഫൈ ചെയ്യാനുള്ള ഗൈഡൻസ് ചെയ്യാം, കൗൺസിലിംഗ് കൊടുക്കാം. ഫർദർ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഈസ് യൂസ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് ഇൻ വേരിയസ് ഫീൽഡ് such as education, career, clinic and organizational setup. Education, career, clinical, organizational setup ഇവിടങ്ങളിലൊക്കെ നമുക്ക് സൈക്കോളജിക്കൽ അസസ്മെന്റുകൾ യൂസ് ചെയ്യാം. പിന്നെ ഇതിലപ്പോ സൈക്കോളജിക്കൽ അസസ്മെന്റ് നമ്മൾ എന്ത് വേണം, ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു 3-4 സെന്റൻസ് പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഒരു 3-4 സെന്റൻസ് അതിനെ പറ്റി എഴുതാനായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനാണ് കേട്ടോ ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞത്. ഇതിൽ ഇമ്പോർട്ടന്റ് ചോദിച്ചു കഴിഞ്ഞാല് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. 2 മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്, ഏതെങ്കിലും 2 മെത്തേഡ്സ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് ആൻഡ് ഹൈലൈറ്റ് എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ സൈക്കോളജിക്കൽ അസസ്മെന്റ്. അഗൈൻ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, പ്രോജക്റ്റീവ് ടെക്നിക്സ്, ഇതൊക്കെ ഷോർട്ട് നോട്ട് ആണ്. ഡിസ്കസ് ദി വേരിയസ് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ്. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. പ്രോജക്റ്റീവ് ടെക്നിക്ക് അത് നമ്മൾ പേഴ്സണാലിറ്റി അസസ്മെന്റിൽ പഠിക്കുന്ന സാധനമാണ്. പിന്നെ വന്നിട്ടുള്ളത് എത്തിക്കൽ കൺസിഡറേഷൻ. അപ്പൊ 3 ടോപ്പിക് ആണ് കേട്ടോ ഇതിൽ ഇമ്പോർട്ടന്റ് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ സൈക്കോളജിക്കൽ അസസ്മെന്റ്, പിന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റിന്റെ മെത്തേഡ്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം. പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് ആദ്യം പറയുന്നുണ്ട്. 4 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. അതായത് 4 പ്രോപ്പർട്ടീസ് വേണം. ഒരു നല്ലൊരു ടെസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 4 പ്രോപ്പർട്ടീസ് ആണ് അതിൽ പറയുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ, നോംസ്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. അങ്ങനെ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ ആദ്യം പറയാം. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് നടത്തുകയാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് നടത്തുകയെന്ന് വിചാരിക്കാം. 10 A കുട്ടികളും ഉണ്ട്, 10 B കുട്ടികളും ഉണ്ട്. 10 A കുട്ടികൾക്ക് ഒരു എക്സാമും 10 B കുട്ടികൾക്ക് വേറൊരു എക്സാമും നടത്താനായിട്ട് പാടില്ല. യൂണിഫോമിറ്റി വേണം. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ. യൂണിഫോമിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെസ്റ്റ് ആൻഡ് സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടെസ്റ്റ് റെസ്പോൺസസ്. കണ്ടോ? അപ്പൊ മാർക്ക് കൊടുക്കുന്നത് ഒരേപോലെ ആയിരിക്കണം. ഇപ്പൊ 10 A കുട്ടികൾക്ക് കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കണം 10 B കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അവർക്ക് കൊടുത്ത സ്കോറിംഗ് തന്നെയായിരിക്കണം 10 B കുട്ടികൾക്കും സ്കോറിംഗ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുക. യൂണിഫോമിറ്റി വേണം. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദർ ഈസ് നോ വേരിയേഷൻ ഈവൻ ഇഫ് ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ഡിഫറെന്റ് റിസർച്ചേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ്. പല റിസർച്ചേഴ്സും പല ഇൻഡിവിജ്വൽസ് ആയിരിക്കും ചിലപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഡിഫറൻസസ് പാടില്ല, വേരിയേഷൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇനി അടുത്തത് നോംസ് ഉണ്ട്. നോംസ് എന്ന് പറയുന്നത് സ്കോർ ഒബ്റ്റെയിൻഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ഓൺ വിച്ച് ദ ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ഇനീഷ്യലി. ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു, നമ്മളൊരു സ്കെയില് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഫസ്റ്റ് ഒരു സാമ്പിളിൽ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ആ സാമ്പിളിൽ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടും? ഇനീഷ്യലി ഒരു സ്കോർ കിട്ടും. അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. നോംസ് എന്ന് പറയുമ്പോൾ എന്താ? ഷുഗറിന്റെ വാല്യൂ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അതൊരു നോംസ് ആണ്. അത് 70 to 110 നോർമൽ ഷുഗർ ആണ് ഫാസ്റ്റിംഗ്. അപ്പൊ ഈ നോംസ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഒരു സ്കോർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദീസ് ടെസ്റ്റ് നോംസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹൈ, ലോ ആൻഡ് ആവറേജ് പെർഫോമൻസ്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ അതായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് ഈ പെർഫോമൻസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഹൈ ആണോ, ലോ ആണോ, ആവറേജ് ആണോ എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. ദ സ്കോർസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ടേക്കിംഗ് ദ ടെസ്റ്റ് ലേറ്റർ ഓൺ ആർ compared with these norms or standards to identify the relative standing of the individual as compared to the standardized sample. കണ്ടോ? എന്നിട്ട് ഇൻഡിവിജ്വലിന് കിട്ടിയ മാർക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് സാമ്പിൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കറക്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി റിലയബിലിറ്റി. It refers to the consistency of the scores obtained by an individual on a test. It ensures that the responses of the individual on the test do not vary on repeated administration, indicating that the test is a reliable measure. ഇന്ന് ഞാൻ 10 കുട്ടികൾക്ക് ടെസ്റ്റ് എടുത്തു. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ
ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിക്കുക. ആവറേജ് അതേ ഒരു റേഞ്ചിൽ ഇവർക്ക് മാർക്ക് കിട്ടണം. അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, റിലയബിലിറ്റി എന്താണെന്ന് മനസ്സിലായപ്പോ ഇന്നെടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതേ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും ഒരേ സ്കോർ കിട്ടണം. നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പൊ ഇന്റലിജൻസ് ആണെന്ന് വിചാരിച്ചോ. ഇന്നിപ്പോ ഞാന് ധന്യയുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ധന്യക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒന്നും ഇല്ല, ഒരു ആവറേജ് ഇന്റലിജൻസ് കിട്ടിയെന്ന് വിചാരിക്കാം. 10 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ ആവറേജ് ഇന്റലിജൻസ് കിട്ടണം. അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാലിഡിറ്റി. refers to how well a test measures what it intends to measure. Content validity is whether the contents, that is the test items, are representative of the entire domain of what it is supposed to measure. വാലിഡിറ്റി എന്തായിരിക്കണം? ഇപ്പൊ ഇന്റലിജൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ടെസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇംഗ്ലീഷ് പരീക്ഷയാണെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വേണം. അതിന്റെ ഇടയിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് ഒരു ഗുഡ് ടെസ്റ്റിന് വേണ്ടത്. സ്റ്റാൻഡേർഡൈസേഷൻ, നോംസ്, റിലയബിലിറ്റി, വാലിഡിറ്റി. മനസ്സിലായോ? പറഞ്ഞേ, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മനസ്സിലായോ? പറഞ്ഞേ. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാട്ടോ. ഫ്രീ ക്ലാസ് ആണല്ലോ, ചോദിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ഇനി എത്തിക്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ടൈമിൽ വേണ്ട എത്തിക്സ്? നമ്മൾ ഏത് റിസർച്ച് ആയാലും അസസ്മെന്റ് ആയാലും ഒക്കെ അതിൽ എന്തുണ്ടായിരിക്കും? എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ സൈക്കോളജിക്കൽ അസസ്മെന്റിന്റെ പറയുന്നത് ഷുഡ് ബി ഡൺ ബൈ ട്രെയിൻഡ് സൈക്കോളജിസ്റ്റ്. ട്രെയിൻഡ് സൈക്കോളജിസ്റ്റ് മാത്രമേ അസസ്മെന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ടു യൂസ് എ സൈക്കോളജിക്കൽ ടെസ്റ്റ് വിതൗട്ട് ഹാവിംഗ് എ ഫോർമൽ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓഫ് ദ സെയിം. ഫോർമൽ ഡിഗ്രി ഇല്ലാതെയോ അതിനെപ്പറ്റി ട്രെയിനിങ് ഇല്ലാതെയോ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നത് അൺഎത്തിക്കലാണ്. ദ സൈക്കോളജിസ്റ്റ് ഷുഡ് നോ അബൌട്ട് ദ ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ, സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ പ്രൊസീജിയർ. അപ്പൊ സൈക്കോളജിസ്റ്റിന് എന്തൊക്കെ അറിയണം? ടെസ്റ്റിനെ പറ്റി ധാരണ ഉണ്ടായിരിക്കണം, അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, അതിന്റെ സ്കോറിംഗ് എങ്ങനെ കൊടുക്കണം, ഈ കിട്ടിയ ഡാറ്റ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആൻഡ് the client should be briefed about the intent and use of the test before conduction of any psychological test. എന്ത് ചെയ്യണം? ക്ലയന്റിനോട് പറഞ്ഞു കൊടുക്കണം ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റ് ഇപ്പൊ ചെയ്യാൻ കാരണം. അതിനു മുന്നേ എല്ലാതും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനെന്തെന്ന് വിളിക്കും? ഇൻഫോംഡ് കൺസെന്റ് എന്ന് വിളിക്കും. ഇനി ക്ലയന്റ് കോൺഫിഡൻഷ്യാലിറ്റിനെ പറ്റിയിട്ട് ഇൻഫോം ചെയ്യണം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോ എന്താ? ഇപ്പൊ ഞാന് സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുകയാണ്. അപ്പൊ ഞാൻ പറയാണ് ഈ ഡാറ്റകൾ വേറെ ആർക്കും കൊടുക്കില്ല, നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ടെൻഷൻ ആവേണ്ട, ഈ ഡാറ്റകൾ വേറെ ആർക്കും ഞങ്ങൾ കൈമാറില്ല. കോൺഫിഡൻഷ്യാലിറ്റി വേണം. പിന്നെ അതുപോലെ തന്നെ ഓൾസോ റിക്വയർ ടു പ്രൊവൈഡ് ആൻഡ് റിപ്പോർട്ട് ദ ഫൈൻഡിങ്സ് ഇൻ എൻ അൺബയാസ്ഡ് വേ. നമുക്ക് കിട്ടിയ റിപ്പോർട്ടൊക്കെ എന്ത് വേണം? അൺബയാസ്ഡ് വേയിലായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് എററുകൾ വരാനായിട്ട് പാടില്ല. And communicating test results in a proper way is an important aspect of psychological aspect. ആണ് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ആൾക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് കുറച്ച് കഴിയും കേട്ടോ, ഒരു 1 മണിയൊക്കെ കഴിയും അപ്ലോഡ് ചെയ്യാനാകുമ്പോ. ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, ഈവനിങ്ങിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ടെസ്റ്റ് റിസൾട്ട്സ് ഇൻ എ പ്രോപ്പർ വേ ഈസ് എൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. എന്താണ്? നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇയാളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ വേയിൽ പറഞ്ഞു കൊടുക്കണം. എടുത്ത് ചാടി പിടിച്ചിട്ട് അയ്യോ നിങ്ങൾ ഇങ്ങനെ ഒരു രോഗിയാണ്, നിങ്ങൾക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പാടില്ല. താങ്ക് യു മാം. ഓക്കെ, ഓക്കെ. As a psychologist, you need to ensure confidentiality of the client. It is unethical to use or share the psychological test report of the client without their consent. അവരുടെ കൺസെന്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഈ റിപ്പോർട്ടുകളൊന്നും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ടെസ്റ്റ് ടേക്കിംഗ് സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് അവെയർ ആയിരിക്കണം. അതായത് ഇപ്പൊ വരുന്ന ആള് അമേരിക്കയിൽ ജനിച്ച് വളർന്ന ആളാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഇവിടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിലുള്ള ടെസ്റ്റ് നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെ അത് പറഞ്ഞിരുന്നു അല്ലെ, ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെയാണ് എത്തിക്കൽ കൺസിഡറേഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി പിന്നെ
മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നതാണ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, പേഴ്സണാലിറ്റി ഇൻവെന്ററി ക്വസ്റ്റ്യനേഴ്സ്, റേറ്റിംഗ് സ്കെയില്, ബിഹേവിയറൽ ഡാറ്റ ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ് പ്രോജക്റ്റീവ് ടെക്നിക്സ്. പ്രോജക്റ്റീവ് ടെക്നിക്സ് ഇൻഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത് മാത്രമാണ് കേട്ടോ. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരാളെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ആളുടെ പേഴ്സണാലിറ്റി നമ്മൾ കണ്ടുപിടിക്കണമെന്ന് വെച്ചെങ്കിൽ ആളെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഞാനത് ചുരുക്കി പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കണേ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഡയറക്ട്ലി ഒരു ഇൻഡിവിജ്വലിനെ പോയിട്ട് നമ്മൾ ഡിഫറെന്റ് സിറ്റുവേഷനിൽ പോയിട്ട് ഒബ്സർവ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഒരു സെയിൽസ് പേഴ്സണെ എനിക്ക് ഒബ്സർവ് ചെയ്യണം. ഞാൻ അയാളെ പറ്റിയിട്ടുള്ള റിസർച്ച് ആണ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആള് വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് അയാളെ ഒബ്സർവ് ചെയ്യാം. അയാൾ പോകുന്നിടത്തേക്കൊക്കെ അയാളുടെ പിന്നാലെ നടന്നിട്ട് ആൾ അറിയാതെ വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ഈ ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഒരു ഇൻഡിവിജ്വലിനെ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ ഒബ്സർവ് ചെയ്യാം. ഇതിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്, പാർട്ടിസിപ്പന്റും ഉണ്ട്, നോൺ പാർട്ടിസിപ്പന്റും ഉണ്ട്. കണ്ടോ, രണ്ട് മെത്തേഡാണ് പറയുന്നത്, പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സെയിൽസ് പേഴ്സൺ ആണ് എന്റെ ക്ലയന്റ് എന്ന് വിചാരിക്കാം. ഞാൻ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആകുമ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇയാൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ പോയിട്ട് ഞാനും അതേപോലെ ഒരു സെയിൽസ് പേഴ്സൺ ആയിട്ട് ജോലിക്ക് കയറും. എന്നിട്ട് ഞാൻ ഇയാളെ ഒബ്സർവ് ചെയ്യും. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. ഇയാൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ തന്നെ, ആ ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്ത് പാർട്ടായിട്ട് എന്ത് ചെയ്യും, ഇയാളെ ഒബ്സർവ് ചെയ്യും. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അപ്പൊ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സൈക്കോളജിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് പേഴ്സണാലിറ്റി ആൻഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഇൻ മച്ച് എ ബെറ്റർ വേ. നല്ല രീതിക്ക് ആൾ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഡയറക്റ്റ് ചെയ്ത് നേരം ഇയാളുടെ അടുത്താണ്. അപ്പൊ പാർട്ടായിട്ട് ഒരു ഗ്രൂപ്പായിട്ടായിട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നോൺ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അത് നാച്ചുറാലിസ്റ്റിക് ഒബ്സർവേഷൻ മെത്തേഡാണ്. കാരണം എന്താ, അവിടെ പോയിട്ട് പാർട്ടിസിപ്പന്റ് ആയിട്ട് നിൽക്കുന്നില്ല, അല്ലാതെ തന്നെ ഇയാൾ പോകുന്നിടത്തൊക്കെ വർക്ക് ചെയ്യും, പിന്നാലെ ചെല്ലുക ഒക്കെ, ഭയങ്കരമായിട്ട് ഇയാളെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ നോട്ട് ചെയ്യും, നമ്മൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യും. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പക്ഷെ എന്നല്ല, ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗുഡ് മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ ആസ് ദ ക്ലയന്റ് ഈസ് ബിഹേവിംഗ് ആൻഡ് ഇന്ററാക്ടിങ് ഇൻ എ നാച്ചുറൽ എൻവയറമെന്റ് വിത്തൗട്ട് എനി ഇന്റർഫറൻസ് ഫ്രം ദ സൈക്കോളജിസ്റ്റ്. കണ്ടോ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇയാളെ നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ക്ലയന്റിന് അറിയില്ല. നമ്മള് പാർട്ടിസിപ്പന്റ് ആയിട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും, ഇയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇയാൾ വരുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ബിഹേവിയർ ശരിക്കും പുറത്ത് കാണിക്കില്ല. നോൺ പാർട്ടിസിപ്പന്റ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, നാച്ചുറൽ ഒബ്സർവേഷൻ ആണ്. ഇയാൾക്ക് അറിയില്ല എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ നോട്ട് ചെയ്യുന്നുണ്ട്, എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ലയന്റിന് അറിയില്ല. ദ ഓൺലി ഡ്രോബാക്ക് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിംഗ്. പക്ഷെ ഇതിന്റെ ഒരു ഒറ്റ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ടൈം എടുക്കും. നന്നായിട്ട് ടൈം എടുത്തിട്ടായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടി വരിക. അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, മേ ബി മോർ ആക്യുറേറ്റ് ആയിരിക്കും. ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഒബ്സർവർ ബയാസ്, ഒബ്സർവർ ഇഫക്റ്റ്. ഇപ്പൊ ഞാനാണ് ഒബ്സർവ് ചെയ്യുന്നത് വെച്ചെങ്കിൽ എന്റെ ബയാസസും ബിലീഫ്സും ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും. അങ്ങനെ കാണുമ്പോൾ അങ്ങനെ മോശം ആളായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നല്ല പേഴ്സണാലിറ്റി ആണെന്ന് എഴുതാം. ഒബ്സർവർ ബയാസ് ആണ്. ഇനി ഒബ്സർവർ ഇഫക്റ്റ് ഉണ്ട്. refers to the effect on the person because of the fact of being observed. ഇപ്പൊ ഞാന് ധന്യനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് ധന്യക്ക് മനസ്സിലാവുകയാണ്. അയ്യോ, എന്നെ അയാള് ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഞാന് നല്ല രീതിക്ക് നടക്കാം. അതാണ് ഒബ്സർവർ എഫക്റ്റ്. അപ്പൊ ഒബ്സർവർ ബയാസ് ആൻഡ് ഒബ്സർവർ എഫക്റ്റ്, അത് രണ്ടും ലിമിറ്റേഷൻ ആണ്, പഠിക്കണേ. ഇനി അടുത്തത് ഇന്റർവ്യൂ മെത്തേഡ് ഉണ്ട്. ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നമ്മൾ അതിൽ നിന്ന് ഈ ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക. അതിൽ തന്നെ 3 വരുന്നുണ്ട്, സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്. വായിച്ചു നോക്കുക. സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് എന്താണ്, പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എൻ്റെ അടുത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ജിതുലേനായിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ടായിരിക്കുക. സ്ട്രക്ചേർഡ് ആണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നതിന് എന്ത് വേണം, ജിതുല കറക്റ്റ് ആൻസർ പറയണം. ചിലപ്പോൾ യെസ് ഓർ നോ ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ സെന്റൻസ് ആയിരിക്കാം, 1 വേർഡ് ആയിരിക്കാം, ഒക്കെ ആയിരിക്കും ജിതുലയുടെ ആൻസേഴ്സ്. ഇനി സെമി സ്ട്രക്ചേർഡ് ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീ ഡിഫൈൻഡ് ആണ് ആൻഡ് ബാക്കി എന്റെ ഇഷ്ടത്തിന് ചോദിക്കാം. അതാണ് സെമി സ്ട്രക്ചേർഡ്. ഇനി അൺസ്ട്രക്ചേർഡ് ഉണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതാണ് എന്ത്, അൺസ്ട്രക്ചേർഡ്.
നമ്മൾ കാണുന്നു, വരുന്നു, എന്താണ് പേര്, എവിടെ നിന്ന് വരുന്നു, അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, എത്ര വരെ പഠിച്ചു, എന്താണ് അത്ര വരെ പഠിച്ചത്, എന്താണ് ഇപ്പൊ അവിടെ താമസിക്കുന്നത്, അങ്ങനെ 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 ഒരു സ്ട്രക്ചറും ഇല്ലാതെ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്ത പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഇന്റർവ്യൂ മെത്തേഡ് ആണ് ഇത് അൺസ്ട്രക്ചേർഡ് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡ്സ് ഇന്റർവ്യൂവിൽ വരുന്നുണ്ട്. അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ. പറയുന്ന വേർഡ്സ് ആയിട്ട് പറയുന്നതും നമുക്ക് കളക്ട് ചെയ്യാം, അതേപോലെ തന്നെ നോൺ വെർബൽ, അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അനദർ ഇൻഫർമേഷൻസ്, നോൺ വെർബൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ലിമിറ്റേഷൻ നോക്കുകയാണെങ്കിൽ ബയാസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. നമുക്ക് ഇന്റർവ്യൂവർ ചിലപ്പം നമ്മുടെ, ഇപ്പൊ ഞാനാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ എന്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ബയാസ്ഡ് ആയിട്ട് റിപ്പോർട്ട് ചിലപ്പോൾ തെറ്റ് ചെയ്തെന്ന് വരാം. ഹാലോ എഫക്റ്റ് വരുന്നുണ്ട്, അതായത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ. ഞാൻ ഫസ്റ്റ് തന്നെ ജിതിലേനെ കണ്ട വഴിക്ക് തോന്നുന്നു, നല്ല കുട്ടിയാണല്ലോ, നല്ല സ്വഭാവമാണ് തോന്നുന്നുണ്ട്, ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, ഇന്റർവ്യൂ ചെയ്യും. അപ്പൊ ഞാൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും. ഇനി നേരെ തിരിച്ച് ജിതിലേനെ കണ്ട വഴിക്ക് തോന്നുക, കുട്ടീനെ കണ്ടിട്ട് വലിയ നല്ല സ്വഭാവമാണ് തോന്നുന്നില്ല, ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആവാനാണ് ചാൻസ്. ആ രീതിക്ക് ഞാൻ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതേ രീതിക്കുള്ള റിപ്പോർട്ട് ഞാൻ എഴുതും. അതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഇന്റർവ്യൂവർ സബ്ജക്ടിവിറ്റി. ഇതേപോലെ തന്നെയാണ് ഇന്റർവ്യൂ എടുക്കുന്ന ആള് സബ്ജക്റ്റീവില് ആളുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും. പിന്നെ ലാക്സ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, അത് നോക്കുക, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇനി അടുത്തതാണ് ഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത് പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലെ മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി, ഓരോന്നും പേരുകൾ പഠിക്കണം, 2 or 3 സെന്റൻസുകൾ എഴുതണം കേട്ടോ. മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി MMPI ആണ്, 1930 ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്പേഴ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഈ ലാസ്റ്റ് ടൈമിൽ. ഇപ്പൊ പരമാവധി അങ്ങനത്തെ ഒക്കെ സ്കിപ്പ് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത ഇയർ പഠിക്കാം. ഓക്കെ, ദ ടെസ്റ്റ് ഐറ്റം aims the test aims at assessing the likelihood of psychological disorders in the individual. MMPI was developed for assessing psychopathology. It has been used widely both for clinical and normal population. അപ്പൊ ക്ലിനിക്കലും നോർമൽ പോപ്പുലേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, MMPI യൂസ് ചെയ്യാം. പിന്നെ കാലിഫോർണിയ സൈക്കോളജിക്കൽ ഇൻവെന്ററി CPI, അതായത് MMPA നിന്നാണ് ഇതിലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്യുന്നത് റീസെന്റ് വേർഷൻ എന്ന് പറയുന്നത് 3rd എഡിഷൻ ആണ്, 3ാമത്തെ എഡിഷൻ വന്നിട്ടുണ്ട്. പിന്നെ ന്യൂറോട്ടിസം, എക്സ്ട്രാവേർഷൻ, ഓപ്പൺനെസ്, പേഴ്സണാലിറ്റി ഇൻവെന്ററി റിവൈസ്ഡ്, NEO-PIR എന്ന് പറയും. അതായത് 5 ഫാക്ടർ മോഡൽ ഓഫ് പേഴ്സണാലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അസസ്മെന്റ് ടൂൾ വന്നിട്ടുള്ളത്. പിന്നെ 16PF, റെയ്മൻ കാറ്റലിന്റെ 16PF ഡെവലപ്പ് ചെയ്തത് 1949. ഇപ്പൊ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്നത് 5th റിവിഷൻ ആണ്. 17 ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 16 years ആൻഡ് അബോവ്. 16 വയസ്സിന് മുകളിലുള്ളവർക്കാണ് എന്ത് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ മയേഴ്സ് ബ്രിഗ് ടൈപ്പ് ഇൻഡിക്കേറ്റർ MBTA, അത് നോക്കുക. പിന്നെ അടുത്തതാണ്, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. പേഴ്സണാലിറ്റി ഇൻവെന്ററി കഴിയുന്നതോടെ നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്സ് കഴിഞ്ഞു. അപ്പോൾ ഓരോ ടെസ്റ്റുകളും നോക്കുക, അതിൽ 2 or 3 സെന്റൻസുകൾ പഠിച്ചു വെക്കാം. ഇനി അടുത്തത് പ്രോജക്റ്റീവ് ടെക്നിക്സ്. പ്രോജക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ആകുന്ന പഠിക്കാനുള്ള പ്രോജക്റ്റീവ് ടെക്നിക് ഭയങ്കര വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റ് ടൂൾ ആണ്. അതായത് അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ആംബിഗസ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ആംബിഗസ് ആയിട്ടുള്ള സ്റ്റിമുലൈ. ആംബിഗസ് എന്ന് പറയുമ്പോൾ വ്യക്തമല്ലാത്ത, അവ്യക്തമായിട്ടുള്ള ഒരു സ്റ്റിമുലൈ നമുക്ക് ഒരു ചിലപ്പോൾ പിക്ചർ ആയിരിക്കാം കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് കാണിച്ചു തന്നിട്ട് നമ്മളോട് എന്ത് പറയും, നമ്മുടെ മൈൻഡിൽ വരുന്നതൊക്കെ പറയാനായിട്ട് പറയും. അപ്പൊ ഈ നമ്മളെ മൈൻഡിൽ വരുന്ന പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ അൺകോൺഷ്യസ് ഫീലിങ്സ്, നീഡ്സ്, ഇമോഷൻസ്, മോട്ടീവ്സ്, അതൊക്കെ ആയിരിക്കും നമ്മൾ പുറത്ത് പറയുന്നുണ്ടായിരിക്കുക. ദ റെസ്പോൺസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ ദ ഫോം ഓഫ് പ്രൊജക്ഷൻ റിഫ്ലക്ട് ദ നേച്ചർ ഓഫ് ഹിസ് ഓർ ഹെർ പേഴ്സണാലിറ്റി. അപ്പൊ ഈ പുറത്ത് പറയുന്നത് എന്താണ്, ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തെയാണ് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. 1921 റോഷാക്ക് കണ്ടെത്തിയതാണ് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. 10 ഇങ്ക്ബ്ലോട്ടുകളാണ്, 10 പിക്ചേഴ്സ് ഉണ്ട്. അത് ആംബിഗ്യസ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റിമുലി ആണ്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം.
കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്? ഒരു ഇമേജസ് കാണുന്നില്ലേ? 10 ഇമേജസ് ആ യെസ്. കണ്ടോ, ഇതാണ് റോഷാക്കിന്റെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആണ്. 10 എണ്ണം ഉണ്ട്. ഇത് ഈ 10 എണ്ണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ മടക്കിയിട്ട് അതിൽ ഇങ്ക് ആക്കിയിട്ട് അത് നിവർത്തും. ഇങ്ക് ആക്കിയിട്ട് അത് മടക്കി വെക്കും, എന്നിട്ട് അത് നിവർത്തും. അപ്പൊ ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്ത ഒരു പിക്ചർ കിട്ടും. എന്നിട്ട് അത് കാണിച്ചു കൊടുക്കും. ക്ലയന്റിന് അത് കാണിച്ചു കൊടുത്തിട്ട് പറയും എന്താണ് മനസ്സിൽ വരുന്നത്, എന്താണ് തോന്നുന്നത് എന്നൊക്കെ പറയാനായിട്ട് പറയും. ഇതാണ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റീനെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കേട്ടോ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. പിന്നെ അടുത്തത് പിന്നെ തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യം വെച്ചിട്ട് എന്ത് ചെയ്യും? സൈക്കോളജിസ്റ്റ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. പിന്നെ തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. മുറേ ആൻഡ് മോർഗൻ ആണ്. 20 പിക്ചേഴ്സ് ആണ്. ഇതേപോലെ തന്നെ ആംബിഗസ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പിക്ചേഴ്സ് ആയിരിക്കും. എന്നിട്ട് ക്ലയന്റിനോട് ഇത് കാണിച്ചു കൊടുത്തിട്ട് പറയും, പിക്ചർ നോക്കാൻ പറയും, എന്നിട്ട് പറയും ഒരു സ്റ്റോറി പറയാനായിട്ട്. ഈ പിക്ചർ നോക്കിയിട്ട് സ്റ്റോറി പറയാനായിട്ട് പറയും. ദ ടെസ്റ്റ് എയിംസ് അറ്റ് മെഷറിംഗ് ദ മോട്ടിവേഷണൽ ട്രേറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആസ് റിഫ്ലക്റ്റഡ് ത്രൂ ദ സ്റ്റോറീസ്. ഈ പറയുന്ന സ്റ്റോറീസിലൂടെ ആളുടെ മോട്ടിവേഷണൽ ട്രേറ്റ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. ബെല്ലാക്ക് ആൻഡ് ബെല്ലാക്ക് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അഡൾട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അഡൾട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. TAT തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഡൾട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. CAT ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 3 to 10 years. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അതും ഇതേപോലെ പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. കംപ്ലീറ്റഡ് അല്ലാത്ത ഒരു സെന്റൻസ് കൊടുത്തിട്ട് ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ചിലപ്പോ ജസ്റ്റ് മൈ ഫാദർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് നോട്ട്, ബാക്കി അവര് ഫില്ല് ചെയ്യണം. അപ്പൊ അവര് മനസ്സിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അത് പുറത്തേക്ക് വരും. അതാണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മോട്ടീവ്സിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കിടക്കുന്ന അൺകോൺഷ്യസ് കാര്യങ്ങളെ, വിഷസ്, നീഡ്സ്, ഡിസയേഴ്സ് ഒക്കെ കണ്ടെത്താനായിട്ട് പറ്റും. റിഫ്ലക്ട് ദ ട്രൂ നേച്ചർ ഓഫ് വൺസ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ട്രൂ നേച്ചർ നമുക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്കിലൂടെ കണ്ടെത്താം. ലിമിറ്റേഷൻ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റീവ് ഇൻ നേച്ചർ ആണ്. Third, predetermined categories are used for scoring and details are specified for interpreting. Reliability, validity കുറവാണ്. Time consuming ആണ്. Requires skill and expertise in administration and scoring and interpretation of the project. എടുക്കുന്ന ആൾക്ക് നല്ല സ്കില്ല് വേണം. ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നമ്മള് റിവിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ. വൈകിട്ട് ഞാന് ബാക്കി 6, 9, 10 എടുക്കുന്നുണ്ട്. അപ്പൊ അതുവരയ്ക്കും നിങ്ങൾ ഇന്നലത്തെ വീഡിയോസ് കാണാത്തവർ അത് കാണുക. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോ എടുത്തത് ഈ ഒരു ചാപ്റ്റർ നോക്കുക. ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ നമ്മളിപ്പോ എടുക്കും. അപ്പോ ഇനി അടുത്തത് 3ാമത്തെ ചാപ്റ്റർ, യൂണിറ്റ് 3, കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇത് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ടാണ്. ഇതിൽ നമ്മൾ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമായിരിക്കും ഈ ഒരു നോട്ടിൽ ഉണ്ടായിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ നമുക്ക് വേറെ ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞു മുഴുവനാക്കാനായിട്ട് പറ്റില്ല, കാരണം അതിനുള്ള ടൈം ഇല്ല. നമ്മൾ ജനുവരി 3 തൊട്ടിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫീസ് ഭയങ്കര കുറവാണ്. ഫസ്റ്റ് ഇയർ വരുന്നത് 4000, സെക്കൻഡ് ഇയർ വരുന്നത് 5000, തേർഡ് ഇയർ വരുന്നത് 3500 ആണ്. ഇനീഷ്യൽ പേയ്മെന്റ് 1000 മാത്രമേ ഉണ്ടാവുള്ളൂ. 1000 രൂപയാണ് ഇനീഷ്യൽ പേയ്മെന്റ് വരിക. ബാക്കി നിങ്ങൾ മന്ത്ലി പേ ചെയ്താൽ മതി. അപ്പൊ 1000 രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ലൈവ് ക്ലാസ് ഉണ്ട്. ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോ PDF ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ PDF മീൻസ് നിങ്ങൾക്ക് PDF ആയിട്ട് സെൻഡ് ചെയ്തതല്ല, നമ്മൾ ആപ്പിൽ ഇട്ട് തരും. ആൻഡ് ഓൾസോ പ്രിന്റഡ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ അതേ പ്രിന്റഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കൂടെ തരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ് വേണ്ടവര് കോണ്ടാക്ട് ചെയ്യുക. ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇനി ഇത്ര ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ ആണല്ലോ?
ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. 1 മിനിറ്റ് ചാർജർ ഒന്ന് കുത്തട്ടെ. കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇന്റലിജൻസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് ഹവാർഡ് ഗാർഡനറിന്റെ ഒക്കെ ചോദിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് അപ്രോച്ചസ് ടു ഇന്റലിജൻസിൽ കോഗ്നിറ്റീവ് അപ്രോച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോളജിക്കൽ ഇൻഫ്ലുവൻസ് ചോദിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചർ ആൻഡ് നർച്ചർ ഓൺ ഇന്റലിജൻസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പാസ്റ്റ് തിയറി, ഇത് പാസ്റ്റ് തിയറി ആണ്, ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഹവാർഡ് ഗാർഡനറിന്റെ അത് നമുക്ക് അടുത്ത ചാപ്റ്ററിലും വരുന്നുണ്ട്, അപ്പൊ അത് പഠിച്ചാലും മതി കേട്ടോ. ഹവാർഡ് ഗാർഡനറിന്റെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, 4ാമത്തെ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു സെക്ഷനിൽ പഠിച്ചാലും മതി, ഈ ചാപ്റ്ററിൽ പഠിക്കണമെന്നില്ല. 4ാമത്തെ ചാപ്റ്ററിൽ ഹവാർഡ് ഗാർഡനറിനുണ്ട്. പിന്നെ അടുത്തത് കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസിൽ ഈ മോഡൽസ് ചോദിക്കുന്നുണ്ട്, മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ചോദിക്കുന്നുണ്ട്, ഗോൾഡ്മാൻ തിയറി ചോദിക്കുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, ഇന്റലിജൻസ് എന്താണെന്ന് ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കാം. അപ്പൊ ഡേവിഡ് വെഷ്ലറിന്റെ പഠിച്ചു വെക്കാം, ഒന്നും കൂടി നല്ലതായിരിക്കും. ഡേവിഡ് വെഷ്ലറിന്റെ ദ അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് റാഷണലി, ടു ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ടു ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് ദ എൻവയറമെന്റ്. ഡേവിഡ് വെഷ്ലർ എന്താണ് പറഞ്ഞത്? ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്ലോബൽ കപ്പാസിറ്റി, അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ കപ്പാസിറ്റി എന്തിനൊക്കെ ഉള്ളത്? ടു തിങ്ക് റാഷണലി തിങ്ക് ചെയ്യുക, പർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യുക, നമ്മുടെ എൻവയറമെന്റുമായിട്ട് ഇഫക്റ്റീവ്ലി ഡീൽ ചെയ്യുക. ഇതിനൊക്കെ ഉള്ള ഒരു ഗ്ലോബൽ കപ്പാസിറ്റി അല്ലെങ്കിൽ അഗ്രിഗേറ്റ് കപ്പാസിറ്റി, ഒരാളുടെ അഗ്രിഗേറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ കപ്പാസിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ ലേവിസ് ടെർമൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ദ എബിലിറ്റി ടു ക്യാരി ഓൺ അബ്സ്ട്രാക്ട് തിങ്കിങ്. ഈ ഒരു 2 ഡെഫിനിഷൻ പഠിച്ചു വെക്കാം കേട്ടോ. ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചർ ആൻഡ് നർച്ചർ ഓൺ ഇന്റലിജൻസ്, അതായത് ഇന്റലിജൻസിലെ നേച്ചർ ആൻഡ് നർച്ചർ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഹെറിഡിറ്റി കൺസിസ്റ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ആൻഡ് കോഡ്സ് ദാറ്റ് വി ഇൻഹെറിറ്റ് ഫ്രം അവർ പാരന്റ്സ്. എൻവയറമെന്റ് കൺസിസ്റ്റ് ഓഫ് social cultural conditions and experiences of people in the course of their lives. There is a debate among researchers whether heredity or environment has the larger role in determining intelligence of an individual. ഇപ്പോഴും ഡിബേറ്റ് നടക്കുകയാണ്. ഇപ്പോഴും നല്ല പണ്ട് കാലം തൊട്ടേ എന്താണ്, ഈ ഒരു ഹെറിഡിറ്റി ആണോ എൻവയറമെന്റ് ആണോ നമ്മുടെ പേഴ്സണാലിറ്റി ആയാലും ഇന്റലിജൻസ് ആയാലും ഇമ്പാക്ട് ചെയ്യുന്നത്? ഒരു ഡിബേറ്റ് ആണ്. ദിസ് ഈസ് നോൺ ആസ് ദ നേച്ചർ നർച്ചർ കോൺട്രവേഴ്സി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നേച്ചർ നർച്ചർ കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഡിബേറ്റ് എന്ന് പറയുന്നത്. നേച്ചർ റെഫേഴ്സ് ടു ഹെറിഡിറ്റി ആൻഡ് നർച്ചർ ടു എൻവയറമെന്റ്. നേച്ചർ എന്ന് പറയുന്നത് എന്താ? ഹെറിഡിറ്റി, പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് നമുക്ക് കിട്ടുന്നത്. നർച്ചർ എന്ന് പറയുന്നത് എന്താ? എൻവയറമെന്റ്, ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണോ നമ്മുടെ ഇന്റലിജൻസിനെ ഇമ്പാക്ട് ചെയ്യുന്നത്? അങ്ങനെ ഒരു ഡിബേറ്റ് ആണ് നടക്കുന്നത്. അറ്റ് പ്രസന്റ് റിസർച്ചേഴ്സ് ഒക്കെ അഗ്രി ചെയ്ത് എന്ത്? രണ്ടും വേണം, ജനറ്റിക് ഫാക്ടേഴ്സും വേണം, അതുപോലെ തന്നെ എൻവയറമെന്റൽ കണ്ടീഷൻസും വേണം. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാതും ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഇപ്പോ റിസർച്ചേഴ്സ് ഒക്കെ അംഗീകരിച്ചു. അപ്പോ എവിഡൻസ് ഫോർ ദ ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചറിന്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്ന തെളിവുകളാണ് പറയുന്നത്. ആദ്യം ട്വിൻ സ്റ്റഡീസ് നോക്കിയപ്പോൾ വേരിയസ് സ്റ്റഡീസ് ഹാവ് യൂസ്ഡ് മോണോസൈക്കോട്ടിക് ആൻഡ് ഡൈസൈക്കോട്ടിക് ട്വിൻസ് ടു അസസ് ദ റോൾ ഓഫ് ഹെറിഡിറ്റി ഇൻ ഡിറ്റർമൈനിങ് ദ IQ ലെവൽ ഓഫ് എൻ ഇൻഡിവിജ്വൽ. മോണോസൈക്കോട്ടിക്കും ഡൈസൈക്കോട്ടിക്കും കൂടെ നോക്കി. അപ്പൊ അതിലെ ഹെറിഡിറ്റി ഇൻഫ്ലുവൻസ് കണ്ടെത്തിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഐഡന്റിക്കൽ ട്വിൻസിന് എന്തുണ്ട്? കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള IQ കണ്ടെത്തി. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ എന്താ? മോണോസൈക്കോട്ടിക് 2 കുട്ടികളും ഒരേപോലെ ആയിരിക്കും. ഡൈസൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും.
ട്വിൻസ് തന്നെ ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ ഒന്ന് മെയിൽ ഫീമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ഡൈസൈക്കോട്ടിക്. അപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് വെച്ച് നോക്കിയപ്പോൾ എന്താണ് കുറച്ചും കൂടി സിമിലർ ഐക്യു ഉള്ളതായിട്ട് കണ്ടെത്തി. അപ്പൊ അതിൽ നിന്ന് എന്തുറപ്പായി? ഹെറിഡിറ്റി ഒരു ഫാക്ടർ ആണെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഫാമിലി സ്റ്റഡീസ് നോക്കി, ബയോളജിക്കൽ റിലേഷൻഷിപ്പ് നോക്കിയപ്പോൾ എന്താണ് ഒന്നും കൂടി IQ സ്കോറിലെ കോറിലേഷൻ കണ്ടു. അപ്പൊ അവിടെ ഹെറിഡിറ്റി ഇൻഫ്ലുവൻസ് കാണിച്ചു. പിന്നെ അഡോപ്ഷൻ സ്റ്റഡീസ് നോക്കി, അതായത് അഡോപ്റ്റ് ചെയ്ത കുട്ടികളുടെ പാരന്റ്സ്, അഡോപ്റ്റഡ് പാരന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ അവരുടെ സിമിലർ IQ മാച്ച് ചെയ്തത് കൂടുതൽ അവരുടെ ബയോളജിക്കൽ പാരന്റ്സ് ആയിട്ടായിരുന്നു. അപ്പൊ അഡോപ്റ്റഡ് പാരന്റ്സിന്റെ IQ കുട്ടികളുടെ IQ തമ്മിൽ അധികം സിമിലാരിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷെ അവരുടെ ബയോളജിക്കൽ പാരന്റ്സിന്റെ IQ ആയിട്ട് എന്തുണ്ടായിരുന്നു? കോറിലേഷൻ കണ്ടു. അപ്പൊ അത് അങ്ങനെയാണ് അഡോപ്ഷൻ സ്റ്റഡീസ് പറയുന്നത്. അപ്പോഴും അവിടെ ഹെറിഡിറ്റി ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാണിച്ചു. പിന്നെ ഹെറിറ്റബിലിറ്റി. One possible explanation could be as people grow older, individuals can select and control their environment to a great extent, which in turn reduces the impact of environment on intelligence. Heritability. പ്രായം കൂടുന്നതിനനുസരിച്ച് എൻവയറമെന്റിന്റെ കൺട്രോൾ അവർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എൻവയറമെന്റിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിന് അവർക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം അവരുടേതായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ അവർക്ക് വർദ്ധിച്ചുകൊണ്ട് വരിക. ഇപ്പൊ ചുറ്റുപാടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡ്യൂസ് ചെയ്യും. അതാണ് ഹെറിറ്റബിലിറ്റി. ഇനി അടുത്തത് നർച്ചർ ഇൻഫ്ലുവൻസ് പറയുന്നുണ്ട്, അതായത് എൻവയറമെന്റിന്റെ ഇൻഫ്ലുവൻസിനുള്ള എവിഡൻസ് ആണ് പറയുന്നത്. ആദ്യത്തെയാണ് ഫ്ലൈൻ ഇഫക്റ്റ്. ഫ്ലൈൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് എവിഡൻസ് ദാറ്റ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ക്യാൻ ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് വാസ് റിപ്പോർട്ടഡ് ബൈ ഫ്ലൈൻ ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതായത് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഹ്യൂമൻ ഇന്റലിജൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഹിസ് റിസർച്ച് എവിഡൻസ് ഷോഡ് ദാറ്റ് ദർ ഇസ് എ റാപ്പിഡ് റൈസ് ഇൻ ഇൻഡിവിജ്വൽസ് ആവറേജ് പെർഫോമൻസ് ഓൺ IQ ടെസ്റ്റ് ഇൻ സെവറൽ വെസ്റ്റേൺ കൺട്രീസ് ഇൻ ദ റീസെന്റ് ഡെക്കേഡ്സ്. ദിസ് ട്രെൻഡ് ഈസ് റെഫേർഡ് ആസ് ഫ്ലൈൻ ഇഫക്റ്റ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ കുറച്ച് പേരെടുത്ത് ടെസ്റ്റ് നോക്കിയപ്പോ അവിടെ ആ ഒരു ഏരിയ മൊത്തമായിട്ട് IQ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ആവറേജ് പെർഫോമൻസ് കൂടി വരുന്നതായിട്ട് കണ്ടു. അപ്പൊ എന്താണ്? ആ ഒരു ഏരിയ മൊത്തമാണ്, വെസ്റ്റേൺ കൺട്രീസ് മൊത്തമാണ്. അപ്പൊ അവിടെ എൻവയറമെന്റൽ ഇൻഫ്ലുവൻസ് ആണ്, പ്രകൃതിയിൽ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള എന്തോ ഒരു ഫാക്ടേഴ്സ് അവിടെയുള്ള മൊത്തം ആൾക്കാരുടെ ഇന്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. അപ്പൊ അവിടെ എന്താണ്? ഇൻഫ്ലുവൻസ് ഓഫ് നെർച്ചർ ആണ് അവിടെ കണ്ടത്. എൻവയറമെന്റൽ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. പിന്നെ അടുത്തത് എൻവയറമെന്റൽ ഡെപ്രിവേഷൻ ആൻഡ് എൻറിച്ച്മെന്റ്. ചുറ്റുപാടിന്റെ കുറവുകൾ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് കുറവായിരിക്കും. ഗുഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ക്വാളിറ്റി ആയിട്ടുള്ള സ്കൂളിംഗ് കിട്ടിയിട്ടില്ല, റിച്ച് ന്യൂട്രീഷൻ കിട്ടിയിട്ടില്ല. ഇതൊക്കെ എന്തിനെ കുറയ്ക്കും? ഇന്റലിജൻസ് കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെപ്രിവേഷൻ ക്യാൻ അഡ്വേഴ്സ്ലി എഫക്ട് ആയിരിക്കും. സോഷ്യൽ അതുപോലെ തന്നെ ഇക്കണോമിക് ഡെപ്രിവേഷൻ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ദാരിദ്ര്യം പിടിച്ച കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പൊതുവെ ഇന്റലിജൻസ് കുറവായിരിക്കും. കാരണം എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നുള്ള ഫുഡ് ആയാലും ന്യൂട്രീഷ്യസ് ആയാലും ബാക്കി ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇന്റലിജൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ് കാണുന്നത്? ഇൻഫ്ലുവൻസ് ഓഫ് നർച്ചർ ആണ് കാണുന്നത്. ഇനി അടുത്തത് ബയോളജിക്കൽ ഇൻഫ്ലുവൻസ് പറയുന്നുണ്ട്. അതായത് ബയോളജിക്കൽ ഇൻഫ്ലുവൻസസ് ആക്ട് ഓൺ ദ ഫിസിക്കൽ ബോഡി ഓഫ് ദി ഇൻഡിവിജ്വൽ. നമ്മുടെ ഓരോരുത്തരുടെയും ഫിസിക്കൽ ബോഡീനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ പറയാം? ന്യൂട്രീഷൻ പറയാം, എക്സ്പോഷർ ടു ടോക്സിക് സബ്സ്റ്റാൻസസ് ലൈക്ക് ലെഡ്, പ്രീനേറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് മദേഴ്സ് യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. ന്യൂട്രീഷൻ ഹാസ് ബീൻ ഷോൺ ടു എഫക്ട് ഹ്യൂമൻ ഇന്റലിജൻസ്. ഇപ്പൊ ഒരു പ്രീനേറ്റൽ പീരീഡിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താ? കുട്ടിയുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് മെറ്റേണൽ പീരീഡ് ആണ് അല്ലെ, അമ്മയുടെ ചുറ്റുപാടാണ്. അപ്പൊ അമ്മ ആ ഒരു ടൈമില് ആൽക്കഹോൾ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റേണൽ ഡെപ്രിവേഷൻസ് ആയി. പ്രീനേറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതൊക്കെ ന്യൂട്രീഷനെ ബാധിക്കും, കുട്ടിയുടെ ഇന്റലിജൻസിനെ ബാധിക്കും. പ്രൊലോങ്ഡ് malnutrition during critical early periods of growth, particularly prenatal period and early years of life, can adversely affect the neurological development and cognitive development of the children. പ്രൊലോങ്ഡ് malnutrition, ഒരുപാട് കാലത്തേക്ക് ന്യൂട്രീഷൻസ് ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ പർട്ടിക്കുലർലി പ്രീനേറ്റൽ പീരീഡും പിന്നെ അതുപോലെ തന്നെ ഇൻഫന്റ് പീരീഡും എന്ത് ചെയ്യും? ന്യൂറോ ഡെവലപ്മെന്റിനെ ബാധിക്കും, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെയും ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റാൻസസ് പ്രീനേറ്റൽ പീരീഡിൽ കുട്ടികളുടെ കയ്യിൽ അല്ലെങ്കിൽ മദർ യൂസ് ചെയ്യുക. പോസ്റ്റ്നാറ്റൽ എൻവയറമെന്റ് ലൈക്ക് ആൽക്കഹോൾ, ഡ്രഗ്, റേഡിയേഷൻ, ലെഡ് ബേസ്ഡ് പെയിൻ ടെസ്റ്റ് ക്യാൻ എഫക്ട് ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ്. പിന്നീട് അത് എന്തിനെ ബാധിക്കും? IQ സ്കോറുകളെയും കൂടെ ബാധിക്കും. പിന്നെ പ്രീനേറ്റൽ എൻവയറമെന്റ് സച്ച് ആസ് മദേഴ്സ് ന്യൂട്രീഷൻ, ഇമോഷണൽ സ്റ്റേറ്റ്, സ്ട്രെസ് അതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്.
ഒരു മിനിറ്റ് കേട്ടോ. ഇനി അടുത്തത്, അപ്പൊ ഇത് ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? ഇത് രണ്ടും നോക്കുക. ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചർ ആൻഡ് നർച്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പറയാവോ? ഒന്ന് പറഞ്ഞേ. എന്താണ് അവരൊന്നും മിണ്ടാത്ത? ഓക്കെ അല്ലേ? നമ്മൾ ലൈവ് ഇന്ററാക്ഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ് ആയാലും അങ്ങനെയാണ്. നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ എനിക്കത് പറയുന്നത് ഓക്കെ ആണ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയണ്ട. ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കും കൂടെ അത് ലാസ്റ്റ് ടൈമാണ്, പരമാവധി നിങ്ങൾക്കും കൂടെ ഹെൽപ്പ് ആവാനായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം വെക്കുന്നത്. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം. ഞാൻ അഗെയിൻ അത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഓക്കെ ആണല്ലോ? അപ്പോ ഒരാള് റെസ്പോണ്ട് ചെയ്തു. താങ്ക് യു. അപ്രോച്ചസ് ടു ഇന്റലിജൻസ്. ഇനി കോഗ്നിറ്റീവ് അപ്രോച്ച് മാത്രം ഇതിൽ നോക്കിയാൽ മതി. ഇത് മാത്രം നോക്കിയാൽ മതി, കോഗ്നിറ്റീവ് അപ്രോച്ച്. അതിൽ സ്റ്റേൺബർഗിന്റെ കാര്യം പറയുന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബർട്ട് സ്റ്റേൺബർഗിന്റെ. അത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിലത്തെ വിടുക, അത് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഹവാർഡ് ഗാർഡനർ ഞാൻ ഇന്നലത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കുക, അത് പഠിച്ചാൽ മതി. അപ്പൊ അതിൽ പഠിച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എഴുതാനായിട്ട് പറ്റും. പിന്നെ അതിലില്ലാത്തൊരു കാര്യം പറയുന്നത് പ്ലാനിങ്, അറ്റൻഷൻ, അറൗസൽ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ്. പാസ് തിയറി മോഡൽ അല്ല പാസ് മോഡൽ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഷോർട്ട് നോട്ട് ആയിട്ടായിരിക്കാം വരാം. JP ദാസ് ആൻഡ് നഗ്ലിയേരി കിർബിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഹ്യൂമൻ കോഗ്നിറ്റീവ് പ്രോസസ് ഇൻവോൾവ് 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ബ്രെയിൻ. 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ബ്രെയിൻ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഫങ്ഷണൽ യൂണിറ്റിൽ എന്താണ്? അറൗസലും അറ്റൻഷൻ ആണ്. ആദ്യത്തെ ഫങ്ഷണൽ യൂണിറ്റിൽ അറൗസൽ ആൻഡ് അറ്റൻഷൻ ആണ്. അത് ആ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്രെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മും ലോവർ പാർട്ട് ഓഫ് സെറിബ്രൽ കോർട്ടക്സും. സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് അനലൈസിങ്, കോഡിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഇൻഫർമേഷൻ യൂസിങ് സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്സ്. ഏതൊക്കെയാണ്? സൈമൾട്ടേനിയസ്, സക്സസീവ് പ്രോസസ് ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യുക, കോഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അത് സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റിംഗ് ആണ്. അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ ഏരിയാസ് എന്ന് പറയുന്നത് പാരിയേറ്റൽ ആൻഡ് ഓക്സിപിറ്റൽ ലോബ്സ് ആണ്. സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് പാരിയേറ്റൽ ആൻഡ് ഓക്സിപിറ്റൽ ലോബ്. സക്സസീവ് പ്രോസസ്സിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഫ്രന്റൽ ടെമ്പറൽ ലോബ്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഈ ബ്രെയിൻ ഏരിയ ആണെന്നാണ് പറയുന്നത്. ഇനി തേർഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, സെൽഫ് മോണിറ്ററിംഗ് ആൻഡ് സ്ട്രക്ചറിംഗ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ്. അവിടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രീ ഫ്രണ്ടൽ ലോബ്സ് ആണ്. അപ്പൊ 3 യൂണിറ്റുകളുണ്ട്. ഫസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് അറൗസൽ അറ്റൻഷൻ ആണ്, ബ്രെയിൻ സ്റ്റെമ്മും പിന്നെ അതുപോലെ തന്നെ ലോവർ പാർട്ട് ഓഫ് സെറിബ്രൽ കോർട്ടക്സും. സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗിലെ പാരിയേറ്റൽ ഓക്സിപിറ്റൽ ലോബും സക്സസീവ് പ്രോസസ്സിംഗിലെ ഫ്രണ്ടൽ ടെമ്പറൽ ലോബും. തേർഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, സെൽഫ് മോണിറ്ററിംഗ്, സ്ട്രക്ചറിംഗ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ്. ഇൻവോൾവ് ആയിട്ടുള്ളത് പ്രീ ഫ്രണ്ടൽ ലോബ്സ്. അപ്പൊ അറ്റൻഷൻ അറൗസൽ എന്ന് പറയുന്നത് എന്താ? എബിലിറ്റി ടു സെലക്റ്റീവ്ലി അറ്റൻഡ് ടു സ്റ്റിമുലൈ വൈൽ ഇഗ്നോറിംഗ് അതർ ഡിസ്ട്രാക്ഷൻസ്. ഇവർക്ക് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവര് സെലക്ട് ചെയ്യും. അവര് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകില്ല. അവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും. അറ്റൻഷൻ അറൗസൽ ആണ്. അറൗസൽ കീപ്സ് പീപ്പിൾ അവേക്ക് ആൻഡ് അലേർട്ട്. കൊണ്ട് എപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കും. ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ അവരെന്തായിരിക്കും? അവര് പെട്ടെന്ന് ഉണർച്ച വരും അവർക്ക്. നമ്മുടെ ബാഹുബലിനെ ഓർത്താൽ മതി. ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഇതെന്ന് പറയുന്നില്ലേ, അറ്റൻഷൻ അറൗസൽ എബിലിറ്റി ആണ്. പെട്ടെന്ന്
അവർക്ക് തിരിച്ചറിയാന് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും അതൊന്നും ഇഗ്നോർ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം അവർ അറ്റൻഡ് ചെയ്യും. അറ്റൻഷൻ അറൗസലാണ്. ഇനി അടുത്തത് simultaneous processing. This involves the ability to integrate separate concepts to our knowledge system as an interrelated whole. Simultaneous process helps us in finding relationship between the given abstract figures. ഇവർക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ കുറെ സെന്റൻസുകൾ അവിടെ ഇവിടെയും കിടന്നാലും കുറെ വേർഡ്സ് അവിടെ ഇവിടെയൊക്കെ കിടക്കുക. ഇവർക്ക് അത് പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു സെന്റൻസ് ആക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ഞാൻ. അവർക്ക് ഇന്റഗ്രേഷൻ എബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സക്സസീവ് പ്രോസസ്സിംഗ് ആണ്. എബിലിറ്റി ടു റിമെമ്പർ, ഇന്റഗ്രേറ്റ് ഇൻഫർമേഷൻ ഇൻ ടു സീക്വൻഷ്യൽ ഓർഡർ. ഒരു സീക്വൻഷ്യൽ ഓർഡർ ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. പിന്നെ ലേണിംഗ് ഓഫ് ഡിജിറ്റ്സ്, ആൽഫബറ്റ്സ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ആർ എക്സാമ്പിൾസ് ഓഫ് സക്സസീവ് പ്രോസസ്സിംഗ്. ഈ എബിലിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് നമ്പേഴ്സ് പഠിക്കും. കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ഒക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ സക്സസീവ് പ്രോസസ്സിംഗ് എബിലിറ്റി ഉള്ള കുട്ടികളായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവരൊക്കെ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് പ്ലാനിങ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ആണ്. അവർക്ക് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കും. സെറ്റിംഗ് ഗോൾസ്, ടു തിങ്ക് ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു റീച്ച് ദ ഗോൾ ആൻഡ് ഇവാലുവേറ്റ് ദയർ എഫക്റ്റീവ്നെസ്. അവർക്ക് ആ ഒരു ഗോളിൽ എത്താനുള്ള ഒരു കറക്റ്റ് വെൽ ഡെവലപ്ഡ് പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക. ഭയങ്കര എബിലിറ്റി ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു പാസ്റ്റ് തിയറി മാത്രം നോക്കുക. പാസ്റ്റ് തിയറി മറ്റേ ചാപ്റ്ററിലും വരുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ ഷോർട്ട് നോട്ട് ആയിട്ട് വരാം. അപ്പൊ 3 തിയറിയാണ് ഇന്റലിജൻസിൽ പറഞ്ഞത്. ഈ പാഠത്തില് സ്റ്റേൺബർഗ്, ഹവാർഡ് ഗാർഡനർ, പിന്നെ അതുപോലെ തന്നെ പാസ്റ്റ് തിയറി. ഇനി അടുത്തത് കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ ആദ്യം ഇമോഷണൽ ഇന്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സാലോവേ ആൻഡ് മേയർ ആണ്. പിന്നെ അത് ലേറ്റർ അത് പോപ്പുലറൈസ് ചെയ്തത് ഡാനിയൽ ഗോൾമാൻ ആണ് 1995. സാലോവേ മേയർ ഇമോഷണൽ ഇന്റലിജൻസിനെ ഡിസ്ക്രൈബ് ചെയ്തത് ഇങ്ങനെയാണ്: ദ എബിലിറ്റി ടു മോണിറ്റർ വൺസ് ഓൺ ആൻഡ് അതേഴ്സ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്, ടു ഡിസ്ക്രിമിനേറ്റ് among them and to use information to guide one's thinking and actions. ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്നത് എന്താ? നമ്മുടെ സ്വന്തം അതേപോലെ തന്നെ മറ്റുള്ളവരുടെയും ഈ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കാനുള്ള എബിലിറ്റി. എന്നിട്ട് അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, അത് വേർതിരിച്ചറിയണം. ആൻഡ് ടു യൂസ് ദിസ് ഇൻഫർമേഷൻ ടു ഗൈഡ് വൺസ് തിങ്കിങ് ആൻഡ് ആക്ഷൻസ്. എന്നിട്ട് ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് അവരുടെ തോട്ട്സിനെയും അവരുടെ ആക്ഷൻസിനും ഒക്കെ ഗൈഡ് ചെയ്യാം. ഇപ്പൊ ഒരാള് ദേഷ്യപ്പെടുക എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ആള് ഇപ്പൊ പറഞ്ഞത് കുറച്ച് ദേഷ്യത്തിലാണ്, നമുക്കത് ദേഷ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക. അവരെ ആ ഒരു ബിഹേവിയർ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അതിനൊക്കെ ഉള്ള ഒരു എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത്തിരി എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്റലിജൻസ് ഉള്ളവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവും എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താ? ബുദ്ധി ഉണ്ടെന്ന് വെച്ചിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവണമെന്നില്ല. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കി, നമ്മുടെ മനസ്സിലാക്കി അത് എക്സ്പ്രസ് ചെയ്യാനും മറ്റുള്ളവരുടെ മനസ്സിലാക്കി അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ബിഹേവിയറിനെ ഗൈഡ് ചെയ്യാനും ആക്ഷൻസിനൊക്കെ നമുക്കൊന്ന് റെഗുലേറ്റ് ചെയ്യാനും പറ്റണം. അതിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുക. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ദ കപ്പാസിറ്റി ടു ബി അവെയർ ഓഫ് കൺട്രോൾ ആൻഡ് എക്സ്പ്രസ് വൺസ് ഇമോഷൻസ് ആൻഡ് ടു ഹാൻഡിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എംപത്തറ്റിക്. അപ്പൊ അത് എന്താണ്? ഒരു കപ്പാസിറ്റിയാണ്. അതിനെപ്പറ്റി അവെയർ ആയിരിക്കും, ഒരു ധാരണ വേണം. ഇപ്പൊ എനിക്ക് വരുന്ന ഇമോഷൻ എന്താണ്? ദേഷ്യമാണോ, സങ്കടമാണോ, സന്തോഷമാണോ എന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് എക്സ്പ്രസ് വൺസ് ഇമോഷൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം വേണ്ട രീതിയിൽ. അതായത് ദേഷ്യം വരുന്നുണ്ടെന്ന് വെച്ചിട്ട് എടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ തല്ലുക, അതൊന്നല്ല. നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ടു ഹാൻഡിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എംപത്തറ്റിക്കലി. മോഡൽസ് പറയുന്നത് എബിലിറ്റി മോഡൽ, ട്രേറ്റ് മോഡൽ, മിക്സഡ് മോഡൽ. അങ്ങനെ 3 മോഡൽസ് ആണ് ഇമോഷണൽ ഇന്റലിജൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് വരിക. അതിൽ ആദ്യത്തെയാണ് മേയർ ആൻഡ് സലോവയുടെ ഇമോഷണൽ ഇന്റലിജൻസ്. അതായത് എബിലിറ്റി മോഡൽ ആണ്. 4 എബിലിറ്റീസ് ആണ് പറയുന്നത്. 4 എബിലിറ്റീസ്: പെർസെപ്ഷൻ ഓഫ് ഇമോഷൻ, യൂസ് ഓഫ് ഇമോഷൻ ടു ഫെസിലിറ്റേറ്റ് തിങ്കിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനലൈസിങ് ഇമോഷൻ, റിഫ്ലക്റ്റീവ് റെഗുലേഷൻ ഓഫ് ഇമോഷൻ. ആദ്യത്തെ എന്താണ്? ഇമോഷനെ പെർസീവ് ചെയ്യാം. നമുക്കൊരു ധാരണ വേണം, നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. ഇതാണ് പെർസെപ്ഷൻ ഓഫ് ഇമോഷൻ. അവർ കാണിക്കുന്ന വാക്കുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജസിലൂടെ ആയിരിക്കാം. ചിലവരുണ്ടാവൂലേ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിലത്ത് ചവിട്ടി നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ അവരവരുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് പെർസീവ് ചെയ്യാനായിട്ട് പറ്റണം. പെർസെപ്ഷൻ ഓഫ് ഇമോഷൻ ആൻഡ് യൂസ് ഓഫ് ഇമോഷൻ ടു ഫെസിലിറ്റേറ്റ് തിങ്കിങ്. എന്ത് ചെയ്യണം?
തോട്ടിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ദിസ് റെഫേഴ്സ് ടു യൂസിങ് ഇമോഷൻസ് ടു ഫെസിലിറ്റേറ്റ് കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് സച്ച് ആസ് റീസണിങ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ചെയ്യണം. മനസ്സിലാക്കണം ഏത് തരം ഇമോഷനാണ് പുറത്തേക്ക് വരുന്നത്, അതിനെ മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി. റിഫ്ലക്റ്റീവ് റെഗുലേഷൻ ഓഫ് ഇമോഷൻ. ഇപ്പൊ ദേഷ്യമാണ് വരുന്നുണ്ട് വെച്ചെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി വേണം, അതിനെ മോഡിഫൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും, അവരെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ റെഗുലേറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അങ്ങനെ 4 എബിലിറ്റീസ് ആണ് മേയർ ആൻഡ് സലവേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് ഗോൾഡ്മാൻ തിയറി ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതിൽ തന്നെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ്. അങ്ങനെ 5 കാര്യങ്ങൾ. സെൽഫ് അവയർനെസ് എന്താ? സ്വന്തമായിട്ട് നമ്മൾ അവെയർ ആയിരിക്കുക, സ്വയം അവെയർ ആയിരിക്കാം. അപ്പൊ എനിക്ക് വരുന്ന ഇമോഷൻസിനെ പറ്റി ഞാൻ അവെയർ ആവുക. ഓക്കെ, ആസ് വെൽ ആസ് ദെയർ എഫക്ട് ഓൺ അതർ പീപ്പിൾ. ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യും? സെൽഫ് അവയർനെസ് ആണ്. പീപ്പിൾ വിത്ത് ഇമോഷണൽ സെൽഫ് അവയർനെസ് അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആസ് വെൽ ആസ് ഹൗ ദെയർ ആക്ഷൻ എഫക്ട് അതേഴ്സ്. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ നമുക്ക് തന്നെ അറിയാനും പറ്റും, അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നതും കൂടെ അറിയാം. ഇനി അടുത്തത് സെൽഫ് റെഗുലേഷൻ, കൺട്രോൾ ചെയ്യാണ് സ്വയം നമ്മുടെ ദേഷ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റീഡയറക്ട് ചെയ്യുക. ഈ ദേഷ്യം വരുന്ന ടൈമിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് എനർജി വരും. അതെല്ലാവർക്കും അങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. ദേഷ്യം വരുന്ന ടൈമില് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമുക്കൊരു എനർജി വരും. അപ്പൊ മറ്റാളോട് പറയും, നീ ഒരു തലക്കുന്ന ഇമോഷൻ തുടങ്ങിക്കോ, ഞാൻ ഇപ്പുറത്തുനിന്ന് പൊളിച്ചെടുക്കാം. അങ്ങനെ 2 രീതിയിൽ രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് പലരും പല ആക്ഷൻസും ചെയ്യുന്നത്. അപ്പൊ ആ നേരത്തെ ഒരു ഓട്ടോമാറ്റിക് എനർജി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഡയറക്ട് ചെയ്ത് വിടുക. അപ്പൊ ഞാൻ ചെയ്യാറുണ്ട്, നമുക്കിവിടെ ദേഷ്യം വരുന്ന ടൈമാണ് വെച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും വേറൊരു ജോലി ചെയ്യും. കാരണം നമുക്ക് ആ ഒരു നേരത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനർജി വരും. അതുകൊണ്ടാണ് ഓരോരുത്തരും ചിലപ്പോൾ തല്ലുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത്. നമ്മുടെ ആ ബ്രെയിനിന്റെ വർക്ക് അങ്ങനെയാണ്. അപ്പൊ എന്ത് ചെയ്യുക? അതിനെ റീഡയറക്ട് ചെയ്ത് വിടുക. മാക്സിമം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീഡയറക്ട് ചെയ്ത് വിടുക, വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. അപ്പൊ ആ എനർജി അവിടെ കുറഞ്ഞു പൊക്കോളും, ആ ഒരു പണിയും തീരും, അത് അങ്ങോട്ട് കുറഞ്ഞു പൊക്കോളും. അപ്പൊ നമ്മുടെ ഇമ്പൾസിനെയും ഇമോഷൻസിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. അതാണ് സെൽഫ് റെഗുലേഷൻ. പിന്നെ അടുത്തത് മോട്ടിവേഷൻ. നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവണം. ഇപ്പൊ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം എന്താ? സ്വയം മോട്ടിവേറ്റഡ് ആണ്. എന്റെ ഇമോഷൻസ് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുള്ള അറിവുണ്ടായിരിക്കും. ആൻഡ് എംപതി, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവരോട് എംപതറ്റിക് ആയിട്ട് പെരുമാറാൻ നമുക്ക് പറ്റണം, എംപതി ഉണ്ടായിരിക്കണം. ആൻഡ് അടുത്തത് സോഷ്യൽ സ്കിൽസ്. നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? സോഷ്യൽ സ്കിൽസ് വേണം. ഇപ്പൊ ഹസ്ബൻഡും വൈഫാണ്, വിഷയങ്ങൾ ഉണ്ടാവും, തല്ലൂട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു സോഷ്യൽ സ്കിൽ വേണം. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിൽ ഈ സോഷ്യൽ സ്കിൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് എബിലിറ്റി ടു ഇൻസ്പയർ അതേഴ്സ് ആൻഡ് ഇൻഡ്യൂസ് ഡിസൈർഡ് റെസ്പോൺസസ് ഫ്രം ദം ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ഇറ്റ് ഹെൽപ്സ് ദ പേഴ്സൺ ടു ബിൽഡ് റാപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് വിത്ത് അതേഴ്സ്. അങ്ങനെ 5 കാര്യങ്ങളാണ് ഗോൾഡ്മാൻ പറഞ്ഞത്. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ 4ാമത്തെ 5ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കഴിഞ്ഞു കേട്ടോ. നോക്കുക, നന്നായിട്ട് നോക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡിങ്സ് ഞാൻ ഒരു 1 മണി 1:30 ഒക്കെ ആകുമ്പോഴേക്കും ഇടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ചോദിച്ചാ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷൻ നമുക്ക് ഈവനിങ് ആയിരിക്കും കേട്ടോ. ഈവനിങ് ഒരു ടൈം പറയാൻ ഞാൻ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസ് വയ്ക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ക്ലാസ്സുകൾ വേണ്ടവരെ കോണ്ടാക്ട് ചെയ്യുക. ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ജനുവരി 3-ാം തീയതി തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി 2 സെഷൻസ് ഉണ്ടായിരിക്കും. രാവിലെ ഒരു സെഷൻ, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ, അങ്ങനെയായിരിക്കും. പിന്നെ ഇനീഷ്യൽ പേയ്മെന്റ് വെറും 1000 ആണ് വരുന്നത്. ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. സ്റ്റഡി മെറ്റീരിയൽസ്, ഇതുപോലത്തെ സ്റ്റഡി ഉണ്ടായിരിക്കും, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. താങ്ക് യു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.